Welcome back to our YouTube channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ ആണ്. GSTയുടെ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോസ് നമ്മൾ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ രണ്ട് വീഡിയോയിലും നമ്മൾ സെക്ഷൻ എ, അതായത് 1 മാർക്ക് വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെക്ഷൻ ബി അല്ലെങ്കിൽ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് പോവാം. സെക്ഷൻ ബിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ്. ടോട്ടൽ 12 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ GST ഈസ് കോൾഡ് ആസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്? എന്തുകൊണ്ടാണ് GST അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിനെ ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നത് എന്ന് നോക്കാം. GST or goods and services tax is a destination based tax because goods or services will be taxed at the place where they are consumed and not at the origin. എന്തുകൊണ്ടാണ് GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ മറുപടി പറയേണ്ടത്, GSTയിൽ ഒരു ടാക്സബിൾ പേഴ്സൺ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ ആ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസുകൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ്. അല്ലാതെ ആ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ അതിന്റെ മാനുഫാക്ചറിങ് പോയിന്റ് അല്ലെങ്കിൽ ഒറിജിൻ പോയിന്റിലല്ല നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത്. നമുക്ക് പല പല ഉദാഹരണങ്ങൾ അറിയാം. ഇപ്പം നമ്മൾ മേടിക്കുന്ന ഡ്രസ്സുകളായിക്കോട്ടെ, നമ്മൾ മേടിക്കുന്ന ഇലക്ട്രോണിക് അപ്ലയൻസുകളാകാം, നമ്മൾ ഏത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഏതൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്താലും അത് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പോയിന്റിലാണ്. നമ്മളത് പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റ് എവിടെയാണോ, നമ്മൾ ഏത് സംസ്ഥാനത്താണോ ആ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു കടയിൽ നിന്നായിരിക്കും നമ്മളത് പർച്ചേസ് ചെയ്യുന്നത്. പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ടാക്സ് പേ ചെയ്യുന്നത്. അല്ലാതെ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന പോയിന്റിലല്ല നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ടാക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ആ എമൗണ്ടോടെ കൊടുത്താണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പറയാം കൺസ്യൂം ചെയ്യുന്ന സമയത്താണ് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത്. അതിന്റെ മാനുഫാക്ചറിങ് പോയിന്റ് അല്ലെങ്കിൽ ഒറിജിനൽ പോയിന്റിലല്ല നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നത്. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലക്ഷ്യസ്ഥാനം. അപ്പൊ നമ്മൾ എവിടെയാണ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്ന പോയിന്റിലാണ് ടാക്സും പേ ചെയ്യുന്നത്. മാനുഫാക്ചറിങ് പോയിന്റ് അല്ലെങ്കിൽ ഒറിജിനൽ പോയിന്റിലല്ല. അതുകൊണ്ടാണ് GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നത്. The state where they are consumed will have the right to collect GST. അതായത് ടാക്സബിൾ പേഴ്സൺ ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റിനാണ് GST കളക്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളത്. അതുകൊണ്ടാണ് GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് അല്ലെങ്കിൽ കൺസംഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഈ രണ്ട് രീതിയിലെ ചോദ്യങ്ങൾ കാണാം. എന്തുകൊണ്ടാണ് GST ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് അല്ലെങ്കിൽ കൺസംഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നത്? ഇത് രണ്ടും നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. GSTയിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ടാക്സ് ടാക്സിന് വിധേയമാകുന്നത്, ആപ്ലിക്കബിൾ ആകുന്നത് ഏത് സ്റ്റേറ്റിലാണ് കൺസ്യൂം ചെയ്യുന്നത് ആ സ്റ്റേറ്റിനാണ് GST കളക്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളത്. അതുകൊണ്ടാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് അല്ലെങ്കിൽ കൺസംഷൻ ബേസ്ഡ് ടാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Who are the persons not liable to take registration under GST? GSTയിൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടാത്ത ആൾക്കാർ ആരൊക്കെ എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ആൻസറിലേക്ക് പോവാം. Any person engaged exclusively in the business of supplying goods or services or both that are not liable to tax or wholly exempt from tax under this act or Integrated Goods and Services Tax Act. അപ്പോൾ GSTയിൽ രജിസ്റ്റർ ചെയ്യേണ്ടാത്ത ആൾക്കാർ ആരൊക്കെ എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, GSTയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന ഗുഡ്സുകളോ സർവീസുകളോ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ്സിൽ എൻഗേജ്ഡ് ആയിട്ടുള്ളവരെ GSTയിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം ഇല്ല. അതാണ് ഏറ്റവും ആദ്യത്തെ പോയിന്റ്. അതായത് എഴുതിയിട്ടുണ്ട്, എനി പേഴ്സൺ എൻഗേജ്ഡ് എക്സ്ക്ലൂസീവ്ലി ഇൻ ദ ബിസിനസ് ഓഫ് സപ്ലൈങ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ദാറ്റ് ആർ നോട്ട് ലയബിൾ ടു ടാക്സ്. അതായത് GST ആപ്ലിക്കബിൾ അല്ലാത്ത ഗുഡ്സുകളോ സർവീസോ പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ്സിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും GSTയിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം ഇല്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം,
wholly exempt from tax, അതായത് GST ആപ്ലിക്കബിളേ അല്ലാത്ത ഗുഡ്സുകൾ അല്ലെ സർവീസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും GSTയിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം ഇല്ല. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തേത്, an agriculturist to the extent of supply of produce out of cultivation of land, ഒരു കൃഷിക്കാരൻ GSTയിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം ഇല്ല. മൂന്നാമത്തേത്, the government may on the recommendations of the GST council by notification specify the category of persons who may be exempted from obtaining registration under this act. GST കൗൺസിലിന്റെ റെക്കമെൻഡേഷനെ ബേസ് ചെയ്ത് ചില ആൾക്കാർ GSTയിൽ രജിസ്റ്റർ ചെയ്യേണ്ട എന്ന് GST കൗൺസിൽ ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരൊന്നും GSTയിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. അതായത് GST കൗൺസിലിന്റെ റെക്കമെൻഡേഷനെ ബേസ് ചെയ്ത് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഇന്ന ആൾക്കാരൊന്നും GSTയിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. സ്പെസിഫൈ ദ കാറ്റഗറി ഓഫ് പേഴ്സൺസ്, അങ്ങനെയുള്ളവരൊന്നും തന്നെ GSTയിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പൊ ഈ മൂന്ന് കൂട്ടരാണ് GSTയിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടാത്തവർ. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹു ആർ ദ പേഴ്സൺസ് നോട്ട് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ അണ്ടർ GST. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് CEBEC? എന്താണ് CEBEC എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം എഴുതേണ്ട ആൻസറിൽ നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് CEBECയുടെ ഫുൾ ഫോം ആണ് നമ്മൾ എഴുതേണ്ടത്. CEBEC എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റം. അതായത് സെൻട്രൽ എന്നുള്ളതാണ് CE, ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റം. നമ്മൾ ആദ്യം എഴുതേണ്ട അതിന്റെ ഫുൾ ഫോം ആണ് CEBEC സ്റ്റാൻഡ്സ് ഫോർ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ്. CEBEC, a part of the Department of Revenue working under the Ministry of Finance. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്ട്രിയുടെ കീഴിലുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഭാഗമാണ് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്ന് പറയുന്നത്. 1 മാർക്കിനാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഇത്രയും എഴുതിയാൽ മതി. അതായത് CEBECയുടെ ഫുൾ ഫോം എഴുതുക. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ വർക്കിംഗ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. സെക്ഷൻ A പാർട്ടിലാണെങ്കിൽ നമ്മൾ ഇത്രയും മെൻഷൻ ചെയ്താൽ മതി. പക്ഷേ നമ്മുടെ സെക്ഷൻ Bയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് CEBECയുടെ റോൾ ആണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പൊ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തൊക്കെ പോയിന്റ് കൂടെ ആഡ് ചെയ്യണം നോക്കാം. CEBECയുടെ റോൾ അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് കസ്റ്റംസ് ഡ്യൂട്ടി കളക്ട് ചെയ്യുക, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി കളക്ട് ചെയ്യുക, സർവീസ് ടാക്സ് കളക്ട് ചെയ്യുക, താരിഫ് ഡ്യൂട്ടികൾ ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റത്തിന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത്. ഇപ്പൊ കസ്റ്റംസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുക എന്നുള്ളതാണ് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റത്തിന്റെ ഒരു മേജർ ഫംഗ്ഷൻ അല്ലെങ്കിൽ മേജർ റോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കസ്റ്റംസ് ഡ്യൂട്ടി, സർവീസ് ടാക്സുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതും സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റത്തിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റോൾ ഓഫ് CEBEC ചോദിച്ച് മെൻഷൻ ചെയ്യേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. വൈ GST is called as a destination based tax, who are the persons not liable to take registration under GST, what is the role of CEBEC. 3 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ 4th ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ ദ GST ടാക്സ് സ്ട്രക്ചർ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് GST ടാക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് 1 മാർക്കിനും ചോദിക്കാറുണ്ട്. ഇതേപോലെ തന്നെ സെക്ഷൻ Bയിൽ ചോദിക്കാറുണ്ട്. സെക്ഷൻ C ഷോർട്ട് എസ്സേയിൽ നമ്മൾ ഇത് ചോദിക്കാറുണ്ട്. അപ്പം വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് GST ടാക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം GST ടാക്സ് സ്ട്രക്ചറിലേക്ക് നമുക്ക് പോവാം. Under goods and services tax, goods and services are taxed at the rate of 0%, 5%, 12%, 18% and 28%. GSTയിൽ 5 ടാക്സ് സ്ട്രക്ചറുകളാണ് ഉള്ളത്. അതാണ് 0% ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നിൽ റേറ്റ് എന്ന് പറയാം, 5% ഉണ്ട്, then 12 and 18% ഉണ്ട്, 28% ഉണ്ട്. ഈ 5 ടാക്സ് സ്ട്രക്ചർ ആണ് നിലവിൽ GSTയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൽ 0%ന് നമുക്ക് നിൽ റേറ്റ് എന്ന് പറയാം, 5% ലോവർ റേറ്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു ടാക്സ് റേറ്റ് ആണ്, 12 and 18% സ്റ്റാൻഡേർഡ് റേറ്റ് കാറ്റഗറിയിൽ വരുന്ന ടാക്സ് റേറ്റ് ആണ്, ഹയർ റേറ്റിൻ്റെ അകത്ത് വരുന്നതാണ് 28%.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്ഷൻ ബിയിൽ ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത്. അതായത് ആദ്യം നമ്മൾ പറയണം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ 5 ടാക്സ് സ്ട്രക്ചറുകളാണ് ഉള്ളത്. ഇത് 0% ഉണ്ട്, 5, 12, 18 and 28%. 0%ന്റെ അകത്ത് പറയുന്നത് നിൽ റേറ്റ് എന്ന് നമുക്ക് പറയാം. 5% എന്ന് പറയുന്നത് ലോവർ റേറ്റ് ആണ്. 12 and 18% എന്ന് പറയുന്നത് GSTയിലെ സ്റ്റാൻഡേർഡ് റേറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. 28% എന്ന് പറയുന്നത് ഹയർ റേറ്റ്. 28%ന്റെ അകത്താണ് ലക്ഷറി ഗുഡ്സ് അല്ലെങ്കിൽ ലക്ഷറി സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്താൽ നമ്മൾ 28% ആണ് നമുക്ക് അതിൽ ആപ്ലിക്കബിൾ ആകും. ഇത്രയും കാര്യങ്ങളാണ് GSTയുടെ ടാക്സ് സ്ട്രക്ചർ സെക്ഷൻ ബിയിൽ ചോദിച്ചാൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഇതിന്റെ എക്സാമ്പിൾസ് കൂടി നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ വളരെയധികം നല്ലതാണ്. 0% ആപ്ലിക്കബിൾ ആകുന്ന 2 ഗുഡ്സുകളോ 2 സർവീസുകളോ മെൻഷൻ ചെയ്താൽ നല്ലതാണ്. അതുപോലെ തന്നെ 5ലും 12ലും 8ലും 28ലും വരുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് എക്സാമ്പിൾസ് ആൾസോ പ്രൊവൈഡ് ചെയ്താലും നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഈ 5 റേറ്റുകൾ മെൻഷൻ ചെയ്യുക. അതിൽ ലോവർ റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. സ്റ്റാൻഡേർഡ് റേറ്റിനകത്ത് 12ഉം 18ഉം വരും. ദെൻ ഹയർ റേറ്റിനകത്ത് 28%. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ GSTയുടെ ടാക്സ് സ്ട്രക്ചർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് റവന്യൂ ന്യൂട്രൽ റേറ്റ്? ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് RNR എന്നാണ്. RNR എന്ന് പറഞ്ഞാൽ റവന്യൂ ന്യൂട്രൽ റേറ്റ് ആണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ആൻസറിലേക്ക് പോവാം. വാട്ട് ഈസ് RNR എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. ഓൾറെഡി നമ്മൾ പറഞ്ഞു RNR എന്ന് പറഞ്ഞാൽ റവന്യൂ ന്യൂട്രൽ റേറ്റ്. അപ്പൊ RNRന്റെ ഫുൾ ഫോം ആണ് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യേണ്ടത്. ഇനി എന്താണ് ഈ റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. It is the rate at which tax revenue remains the same despite giving credit of duty paid on inputs and other factors. റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ട ഒരു ആൻസർ ആണിത്. റവന്യൂ ന്യൂട്രൽ റേറ്റിന്റെ മീനിങ് ആണ് ഇറ്റ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് ടാക്സ് റവന്യൂ റിമൈൻസ് ദ സെയിം ഡെസ്പൈറ്റ് ഗിവിംഗ് ക്രെഡിറ്റ് ഓഫ് ഡ്യൂട്ടി പെയ്ഡ് ഓൺ ഇൻപുട്സ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. അപ്പൊ RNR എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതാണ് എഴുതേണ്ടത്. അതാണ് എന്റെ കൺസെപ്റ്റ്. നമുക്കത് മനസ്സിലാക്കുന്ന ഒരു എക്സാമ്പിളിലേക്ക് പോവാം. നമുക്കറിയാം ഇന്ത്യയിൽ GST ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുന്നത് ജൂലൈ 1, 2017 ഇന്ത്യയിൽ GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഈ 2017 ജൂലൈ 1 മുൻപ് വരെ ഇന്ത്യയിൽ ഒരു ടാക്സ് ഉണ്ടായിരുന്നു. നമുക്കറിയാം വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ടായിരുന്നു, സർവീസ് ടാക്സ് ഉണ്ട്. ഒത്തിരി ടാക്സുകൾ റീപ്ലേസ് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ എന്ത് വന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ജൂലൈ 1, 2017 GST ഇൻട്രൊഡ്യൂസ് ആയി വന്നത്. അപ്പോൾ ഈ GST ഇൻട്രൊഡ്യൂസ് ആയതുകൊണ്ട് തന്നെ GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് സെൻട്രൽ ഗവൺമെന്റിനാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിനാണെങ്കിലും ഒത്തിരി റവന്യൂ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ പുതിയൊരു ടാക്സ് സ്ട്രക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ റവന്യൂവിലൊന്നും ഒരു ഷോർട്ടേജ് ഉണ്ടാകാൻ പാടില്ല. അതായത് 2017 വരെ ജൂലൈ 1, 2017 വരെ വാല്യൂ ആഡഡ് ടാക്സിൽ നിന്നോ സർവീസ് ടാക്സിൽ നിന്നോ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂവിലൊന്നും GST വന്നതുകൊണ്ട് ഒരു ഷോർട്ടേജ് ഉണ്ടാകാൻ പാടില്ല. ഗവൺമെന്റിന്റെ റവന്യൂ കുറയാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു അഡ്ജസ്റ്റഡ് ടാക്സ് റേറ്റിനെയാണ് ഈ റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയുന്നത്. RNR is an adjusted tax rate. ഗവൺമെന്റിന് അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ജൂലൈ 1, 2017 വരെ കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂകളിൽ ഒരു ഷോർട്ടേജ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു അഡ്ജസ്റ്റഡ് ടാക്സ് റേറ്റ് ആണ് റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് GSTIN? GSTIN സ്ട്രക്ചർ എന്താന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ആദ്യം നമ്മൾ എഴുതേണ്ടത് GSTIN ഫുൾ ഫോം ആണ്. GSTIN സ്റ്റാൻഡ്സ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. GSTIN ഫുൾ ഫോം നമ്മൾ എഴുതി. ഇനി എന്താണ് GSTIN എന്ന് ചോദിച്ചാൽ, ഒരു ടാക്സബിൾ പേഴ്സൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫോം GST രജിസ്ട്രേഷൻ 06 ആ ടാക്സബിൾ പേഴ്സണ് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ കിട്ടും. അതായത് നമ്മൾ GSTയിൽ രജിസ്റ്റർ ആയി എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഫോം GST രജിസ്ട്രേഷൻ 06 നമുക്ക് കിട്ടും. അതായത് ടാക്സബിൾ പേഴ്സണ് ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ കാണിക്കുന്ന നമ്പറിനാണ് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത്. ആ ടാക്സബിൾ പേഴ്സണ് ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന നമ്പറാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. എങ്ങനെയാണ് GSTയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഈ ചാനലിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഗവൺമെന്റ് ടാക്സബിൾ പേഴ്സണ് കൊടുക്കുന്ന ഐഡന്റിഫിക്കേഷൻ നമ്പറാണ് GSTIN അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ.
അതിന്റെ ഫോമാറ്റ് ആണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് കാണാം, ആദ്യത്തെ 2 ഡിജിറ്റ്, അതായത് ഈ ഐഡന്റിഫിക്കേഷൻ നമ്പറിന്റെ ഫസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോഡ് ആയിരിക്കും. അതായത് ആ ടാക്സബിൾ പേഴ്സൺ ഏത് സ്റ്റേറ്റിലെ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് 2 ഡിജിറ്റ് ഫോർ സ്റ്റേറ്റ് കോഡ്. അപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് പെർച്ചേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കടയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഗുഡ്സ് നമ്മൾ പെർച്ചേസ് ചെയ്യുവാണെങ്കിൽ ആ കടയിൽ നിന്ന് കിട്ടുന്ന ഇൻവോയ്സിന്റെ ഫസ്റ്റ് 2 ഡിജിറ്റ് 32 എന്നുള്ളതായിരിക്കും. ആ ടാക്സബിൾ പേഴ്സൺ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ ഇൻവോയ്സിലെല്ലാം നമ്മൾ ആദ്യം കാണുന്ന 2 ഡിജിറ്റ് 32 എന്നുള്ളതാണ്. നമ്മൾ ഇനി എപ്പോഴെങ്കിലും കടയിൽ നിന്ന് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസുകളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, ഇൻവോയ്സിൽ കാണുന്ന GSTIN ഫസ്റ്റ് 2 ഡിജിറ്റ് 32 എന്നുള്ളതാണ്. സോ ഫസ്റ്റ് 2 ഡിജിറ്റ്സ് ഫോർ സ്റ്റേറ്റ് കോഡ്, ടാക്സബിൾ പേഴ്സൺ ഏത് സ്റ്റേറ്റിലാണ് രജിസ്റ്റർ ചെയ്തത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ 2 ഡിജിറ്റ് സ്റ്റേറ്റ് കോഡ് ആയിരിക്കും. പിന്നെയുള്ള 10 ഡിജിറ്റ് ടാക്സബിൾ പേഴ്സന്റെ പെർമനന്റ് അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ പാൻ നമ്പർ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് 2 ഡിജിറ്റ് ഫോർ എൻറ്റിറ്റി നമ്പർ, ടൈപ്പ് ഓഫ് എൻറ്റിറ്റി എന്ന് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ വെച്ച് പറയുവാണെങ്കിൽ 1 ആണെങ്കിൽ സോൾ ട്രേഡർ, 2 ആണെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, 3 ആണെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത്. പാൻ നമ്പർ കഴിഞ്ഞാൽ അടുത്ത 2 ഡിജിറ്റ് എൻറ്റിറ്റി നമ്പർ, ടൈപ്പ് ഓഫ് എൻറ്റിറ്റി എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇസഡ് എന്ന് പറയുന്ന ഒരു ഡീഫോൾട്ട് ആൽഫബറ്റ് കാണും. അത് എല്ലാ ഇൻവോയ്സിലും നമുക്ക് കാണാം. എൻറ്റിറ്റി നമ്പർ കഴിഞ്ഞാൽ നമുക്കൊരു ഡീഫോൾട്ട് നമ്പർ എന്ന് പറയാം, അല്ലെങ്കിൽ അതൊരു ഡീഫോൾട്ട് ആൽഫബറ്റ് എന്ന് പറയുന്നതാണ് ഇച്ചിലൂടെ കറക്റ്റ്. ഒരു ഡീഫോൾട്ട് ആൽഫബറ്റ് ഇസഡ് എന്ന് പറയുന്ന ഡീഫോൾട്ട് ആൽഫബറ്റ് കാണാം. ലാസ്റ്റ് 2 ഡിജിറ്റ് ഒരു ചെക്ക് സം ഡിജിറ്റ് അല്ലെങ്കിൽ ഒരു ചെക്ക് സം ക്യാരക്ടർ ആകാം. ചെക്ക് സം ഡിജിറ്റ് ഓർ ചെക്ക് സം ക്യാരക്ടർ. ഇപ്പൊ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ 26 എന്നാണ് എഴുതിയിരിക്കുന്നത്. 26 എന്ന് പറയുന്നത് അതുവരെയുള്ള ഡിജിറ്റുകളെല്ലാം നമുക്ക് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഈ ചെക്ക് സം ഡിജിറ്റ്. അതായത് 3 + 2 എത്രയാ 5 ആണ്. 5 + 9 + 8 + 3 + 1 ചെയ്യുമ്പോഴാണ് നമുക്ക് 26 കിട്ടുക. അതുകൊണ്ടാണ് അതിനെ ചെക്ക് സം ഡിജിറ്റ്. അതുവരെയുള്ള ഡിജിറ്റുകളുടെ എല്ലാം സം ചെക്ക് ചെയ്യുക, ചെക്ക് സം ഡിജിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിജിറ്റ് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് 26th ആൽഫബറ്റ് വേണമെങ്കിലും എഴുതാം. അതിന് പകരം നമുക്ക് ഇസഡ് എന്ന് വേണമെങ്കിലും എഴുതാം. അതുകൊണ്ടാണ് ചെക്ക് സം ഡിജിറ്റ് അല്ലെങ്കിൽ ചെക്ക് സം ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ GSTIN എന്ന് പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഒരു ടാക്സബിൾ പേഴ്സൺ GSTയിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ആൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനിലുള്ള ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് GSTIN. ദെൻ അതിനൊരു എക്സാമ്പിളും കൂടെ നമുക്ക് എഴുതാം. ഫസ്റ്റ് 2 ഡിജിറ്റ് ഫോർ സ്റ്റേറ്റ് കോഡ്, then the permanent account number of the taxable person, then next 2 digit for entity number, default alphabet Z, and the last 2 digit for checksum digit or character. എന്താണ് GSTIN എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളപ്പോൾ ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ വീഡിയോയിൽ 6 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി റിമൈനിങ് 6 ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇന്ന് ഡിസ്കസ് ചെയ്ത 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.